നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താണ് കൈ മുറിഞ്ഞ് കത്തി കൊണ്ടതാ. സാരമില്ല സാരമില്ല. ആ സ്വാമി പറ, എന്തായി? നടന്നില്ല സാറേ. അപ്പോഴത്തേക്ക് അയാൾ കയറി വന്നു. അയാളോ? ആര്? സാറിന്റെ മരുമകൻ നിരഞ്ജൻ സാറ്. നിരഞ്ജൻ എന്തിനാ അവിടെ വന്നത്? എനിക്കറിയില്ല സാറേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതെല്ലാരും കൂടി ചേർന്നുള്ള കളിയാണെന്ന്. എടോ, എനിക്കത് മനസ്സിലായത് കൊണ്ടാണല്ലോ ഞാൻ നേരത്തെ തന്നോട് ഈ കാര്യം പറഞ്ഞത്. പണം എടുത്തുകൊണ്ട് പോയത് വിശാലും നിരഞ്ജനും കൂടി ചേർന്നാ. ഇന്ന് താൻ അവിടെ ചെല്ലുമെന്ന് അവർക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെ ഒരേ സമയത്ത് രണ്ടുപേരും അവിടെ എത്തി? അതൊന്നും എനിക്കറിയില്ല സാറേ. ദൈവപ്പം നമ്മളുടെ കൂടെ അല്ല, അതുകൊണ്ടാ തൊട്ടെല്ലാം പഴയ്ക്കണം. ഇനി എന്ത് ചെയ്യാനാ? എല്ലാ പ്രതീക്ഷയും തകർത്തല്ലോ സ്വാമി. ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയത് ഭാഗ്യാണെന്ന് കരുതിയാൽ മതി. എന്നെങ്ങനെ അവർ പിടിച്ചിരുന്നെങ്കിൽ സാറും കൂടി തൂങ്ങിയന്. നമുക്ക് വേറൊരു അവസരത്തിൽ ശ്രമിക്കാം സാറേ. എൻ്റെ സ്വാമി, ഇനി ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെ വിശ്വസിച്ചു എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഈ ജോലി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. സാറേ, എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിരഞ്ജൻ സാറ് വന്നത്. നിരഞ്ജൻ സാറ് വന്നില്ലായിരുന്നെങ്കിൽ കാശും കൊണ്ട് ഞാനിപ്പോൾ സാറിൻ്റെ മുന്നിൽ എത്തിയന്. താൻ ന്യായീകരിക്കൊന്നും വേണ്ട. താൻ പോരാ. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ താൻ പോരാ സ്വാമി. ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോളാം. അങ്ങനെയൊന്നും പറയല സാറേ. ഒരബദ്ധം ഏത് സ്വാമിക്കും പറ്റില്ലേ. സ്വാമിക്ക് അങ്ങനെ പറയാം. നഷ്ടപ്പെട്ടത് മുഴുവൻ എൻ്റെ പണമാണ്. എത്ര ലക്ഷമോ പോയെന്നറിയാവോ? എൻ്റെ ജീവിതവും പ്രതീക്ഷയും ഒക്കെയാ അതോടെ ഇല്ലാതായത്. താൻ ഫോൺ വെച്ചാൽ. അപ്പൊ ഒന്നും നടന്നില്ല. ആരൊക്കെയാ പോയത്? ദുരൂഹതകളുടെ രാജകുമാരൻ സ്വാമി.
ക്രിമിനൽ കുറ്റത്തിന് റിമാൻഡിൽ കഴിഞ്ഞ ശരത്ത്. എന്നിട്ടും അവനൊന്ന് തൊടാൻ പോലും രണ്ടുപേർക്കും കഴിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് നിരഞ്ജൻ കയറി വന്നതിനെ കൊണ്ടാ തങ്കച്ചി. മിണ്ടരുത്. നിരഞ്ജൻ കയറി വന്നാലെന്താ, തള്ളി താഴെയിടാൻ പറ്റില്ലായിരുന്നോ? ഇത്രയും കഴിവുകെട്ടവരാ രണ്ടൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു. ക്ഷമിക്കണം തങ്കച്ചി. നാണമില്ലേ ശരത്തെ നിനക്ക് വന്ന് ക്ഷമ ചോദിക്കാൻ? നീയൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ധരിച്ചുപോയി. ഇനി അവസരം ഉണ്ടല്ലോ തങ്കച്ചി. സ്വാമി, എന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിരഞ്ജന്റെ തല്ലും കൊണ്ട് തിരിച്ചു വന്നതില്ല.